വേണ്ടിയുള്ള ബോധപൂർവമായ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ഈ സ്വീകരണ പരിപാടി എന്നുള്ളതുകൊണ്ട് ഇവിടെ ജനങ്ങൾ ഒറ്റക്കെട്ടായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്. ആ പറയുന്ന കാര്യം ഞങ്ങൾക്ക് എല്ലാവർക്കും അനുഭവ പാഠമാണ്. അത് വേറൊന്നുമല്ല, ഈ പയ്യന്നൂർ ഒരു ദിവസമുണ്ടായ പയ്യന്നൂരല്ല. ഇവിടെ സഖാവ് മധു യാഥാ ക്യാപ്റ്റന് നൽകിയിട്ടുള്ള സ്വീകരണത്തിൻ്റെ ഭാഗമായിട്ട് തന്നിട്ടുള്ള ആ ചർക്ക ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പാരമ്പര്യമുള്ള ഒന്നാണ്. നവാസോന പ്രസ്ഥാനത്തിൻ്റെയും ദേശീയ പ്രസ്ഥാനത്തിൻ്റെയും ഈ കേരളത്തിലെ വടക്കൻ മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അറിയപ്പെടുന്ന ഒരു കേന്ദ്രമാണ് ഈ പയ്യന്നൂർ. ഉപ്പൂറുക്കൽ സമരം മുതൽ ഇങ്ങോട്ട് കൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള നേതാക്കൾ നേതൃത്വം കൊടുത്ത് വളർത്തിയ അതിശക്തമത്തായ പോരാട്ടത്തിൻ്റെയും സമരത്തിൻ്റെയും ദേശീയ പാരമ്പര്യം ഈ പയ്യന്നൂരിന് ഉണ്ട്. അതോടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോൾ സ്വാതന്ത്ര്യ പോരാട്ടത്തിൻ്റെ മുൻപന്തിയിൽ പോരാളികളായിട്ട് നിന്ന സഹബ് AKGയും കൃഷ്ണമാഷ് ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ, ഇന്ദിരാമഠൻ ഉൾപ്പെടെയുള്ള ആളുകൾ, നാരായണ മാഷ് ഉൾപ്പെടെയുള്ള ആളുകൾ, കരികൊള്ളൂരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ സുബ്രഹ്മണ്യ ഷേണായിയെ പോലെ, അതുപോലെ തന്നെ നിരവധിയായ നേതാക്കൾ, സഖാവ് CP, മുനയംകുന്ന് രക്തസാക്ഷികളുടെ ഓർമ്മ, അതുപോലെ തന്നെ കരികൊള്ളൂരിൻ്റെ ഓർമ്മ, ധനരാജിൻ്റെ രക്തസാക്ഷിത്വം നടന്ന നാടും എല്ലാം ചേർന്ന് ഈ പയ്യന്നൂർ രക്തസാക്ഷികളുടെ ഒരു കേന്ദ്രഭൂമിയാണ്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടം മുതൽ ഈ പയ്യന്നൂരിന്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഇന്ത്യയിലും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഏതു മേഖലയിലും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ്.